എവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2024 നടന്ന കൂലി വർക്കർ എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻ ബി, റൗലറ്റ് ആക്ട്. രണ്ടാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ, മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ ഡി, ലാഹോർ. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഓപ്ഷൻ ഡി, കഴ്സൺ പ്രഭു. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി, സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ഡി, 44-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ, അമേരിക്ക. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏത്? ഓപ്ഷൻ ഡി, സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, രാഷ്ട്രപതി. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ, തൃശൂർ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി, വൈകുണ്ഠസ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ ബി, ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ സി, EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ, ഗൗരി പാർവതി ഭായ്. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി, കണ്ണൂർ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി, പോറ്റി ശ്രീരാമലു. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? 1, ചേരിചേരാ നയം. 2, സമാധാനപരമായ സഹവർത്തിത്വം. 3, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. 4, സ്വാശ്രയത്വം. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3. അടുത്ത ചോദ്യം, രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്? ഓപ്ഷൻ എ, സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി, APJ അബ്ദുൾ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത? ഓപ്ഷൻ ബി, ജിലുമോൾ മാരിയറ്റ് തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് ടീമിനെയാണ്? ഓപ്ഷൻ ബി, ശ്രീലങ്ക. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത് സ്ഥാനമാണുള്ളത്? ഓപ്ഷൻ സി, 7ാം സ്ഥാനം.
കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ സി പെരിയാർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഓപ്ഷൻ സി ഉത്തര മഹാസമുദ്രം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ ബി ശാസ്താംകോട്ട. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഓപ്ഷൻ സി പുന്നമടക്കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി 941. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഈ എക്സാമിന് ഇത് ചോദിച്ച സമയത്ത് AJ ദേശായി ആയിരുന്നു ഉത്തരം. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ ആണ് കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് സൈലന്റ് വാലി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷത്തിലാണ്? ഓപ്ഷൻ സി 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ ബി ജഗദീപ് ധൻഖർ. ചന്ദ്രയാൻ 3 ഇന്ത്യ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതായത് ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഓർബിറ്റർ. താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം ഏത്? ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. ചരക്ക് സേവന നികുതി അതായത് GST എന്നാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ഡി അല്ലു അർജുൻ. 50ാമത്തെ ചോദ്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? ഓപ്ഷൻ ബി കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇതിൽ ശരിയായ ജോഡി 2 മാത്രമാണ്. അതായത് കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ സി പയർ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ഓപ്ഷൻ സി കണ.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇവിടെ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. അതായത് തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? ഓപ്ഷൻ സി 2023. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആർദ്രം. മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാവുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. അടുത്ത ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്. അടുത്ത ചോദ്യം, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ജയന്റ് വീലിന്റെ ചലനം. അടുത്ത ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ മെന്റലേവിയം, ഓപ്ഷൻ ബി ടൈറ്റാനിയം, ഓപ്ഷൻ സി റൂദർഫോർഡിയം, ഓപ്ഷൻ ഡി ക്യൂറിയം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ടൈറ്റാനിയം. അടുത്ത ചോദ്യം, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. 1. കണികകളുടെ ഊർജം കൂടുന്നു. 2. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. 3. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. 4. കണികകളുടെ ചലനം കുറയുന്നു. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3 ശരി. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇവിടെ ഒറ്റപ്പെട്ടത് ഓപ്ഷൻ ബി ആണ് ചിക്കൻ പോക്സ്. നിപ്പ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ്? ഓപ്ഷൻ എ ആണ് വവ്വാൽ. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാവുന്ന രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏത്? ഓപ്ഷൻ സി ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ സ്ഫിഗ്മോമാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? ഓപ്ഷൻ ഡി പ്രമേഹം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി ബാലമിത്ര. താഴെ തന്നിരിക്കുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗർ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? ഓപ്ഷൻ ബി കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ ഡി തുടങ്ങനാട്.
ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 28%. ഇനിയുമുള്ളത് മാത്സിലെ ചോദ്യങ്ങളാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്തു തന്നെ പഠിക്കുക. 81-ാമത്തെ ചോദ്യം, 3030 ഹരിക്കണം 15 + 15. ഇത് ചെയ്തു നോക്കുമ്പോൾ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 217. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ ലസാഗു 108ഉം ഉസാഖ 18ഉം സംഖ്യകളിലൊന്ന് 54ഉമായാൽ മറ്റേ സംഖ്യ എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം 36. അടുത്ത ചോദ്യം, ഇതിൽ ചെറുത് കണ്ടെത്താനുള്ള ചോദ്യമാണ്. ഇതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഓപ്ഷൻ ബി ആണ്, 8/13. അടുത്ത ചോദ്യം, 5 6.625 0.7547 ആയാൽ 5/6625 എത്ര? ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് ഉത്തരമായി ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 1 എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 1/4. അടുത്ത ചോദ്യം, 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90ഉമായാൽ അഞ്ചാമത്തെ സംഖ്യ എത്രയാണ്? ഓപ്ഷൻ എ 80. 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിന്റെ വാങ്ങിയ വില എത്രയാണ്? ഓപ്ഷൻ എ 500. ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര? ഓപ്ഷൻ ഡി 1 മണിക്കൂറും 50 മിനിറ്റും. അടുത്ത ചോദ്യം, റൂട്ട് 3249 57 ആണ് എങ്കിൽ റൂട്ട് 3249 അധികം റൂട്ട് 32.49 അധികം റൂട്ട് 3,24,900 മൈനസ് റൂട്ട് 0.3249 എത്രയാണ്? ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ ബി ആണ് ലഭിക്കുക, 632.13. അടുത്ത ചോദ്യം, 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭ ശതമാനം എത്രയാണ്? ഓപ്ഷൻ സി 25%. അടുത്ത ചോദ്യം, -7 അധികം 5 ഇൻറ്റു -3 ഇൻറ്റു -7 ഇൻറ്റു -2 അധികം 13 മൈനസ് 5 പ്ലസ് 14 ഹരിക്കണം 2 എത്ര? ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 7 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 4,7,19,-39 ഇവിടെ വിട്ടുപോയ സംഖ്യ കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ ബി ആണ് വരിക, 28. 93-ാമത്തെ ചോദ്യം ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് വരിക, 27. അതായത് ഇവിടെ 27 ആണ് നമുക്ക് വരിക. സമാനമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് വരിക, 5, 11, 17, 22. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏതാണ്? ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് വരിക. കൂട്ടത്തിൽപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ സി 51. നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴുള്ള അതേ പ്രായമായി. അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഓപ്ഷൻ സി 25. ഒരാൾ തന്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ജോലി സ്ഥലത്ത് എത്തിച്ചേർന്നു.
എന്നാൽ വീട്ടിൽ നിന്ന് നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്തേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 130 മീറ്റർ. അടുത്തത് 99ാമത്തെ ചോദ്യം. 99ാമത്തെ ചോദ്യം ചെയ്തു നോക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ ബി ആണ് കിട്ടുക, 0. 100ാമത്തെ ചോദ്യം, 61-ൽ എത്ര 6-ൽ ഒന്നുകളുണ്ട്? ഓപ്ഷൻ എ 366. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് 2024 നടന്ന കൂലി വർക്കർ എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. മറ്റൊരു ചോദ്യപേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.